ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കാരണം വേടന് എല്ലാ പരിരക്ഷയും സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള വിമർശനം വരുന്നു. ആ വിമർശനങ്ങൾ സാധൂകരിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും നമ്മുടെ പോലീസിന് ആ വേടനെ, റബ്ബർ വേടൻ, ഇപ്പോൾ റേപ്പർ വേടൻ, ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല. അതെ, വേടനെ തലയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സർക്കാരിനെ കാണുമ്പോൾ ഫസ്റ്റ് തൊട്ടേ ചിരിയാണ് എല്ലാവർക്കും വന്നത്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ, കാരണം ഒരു ഡ്രഗ് കേസിൽ പിടിച്ച ആളെ പിന്നെ ഒരു വാഴ്ത്തപ്പെട്ടവനായി സ്റ്റേജുകളിൽ നടക്കുമ്പോൾ അയാൾക്ക് എന്ത് ക്വാളിറ്റീന്റെ പേരിലാണ് ഈ ഒരു അംഗീകാരം അവർ കൊടുക്കുന്നത്? അതേപോലെ അതിലും ഏറ്റവും വലിയ ഉയർത്തലായിരുന്നല്ലോ യൂണിവേഴ്സിറ്റിയിൽ പേടന്റെ വിഷയം സബ്ജക്ട് പഠിക്കാൻ വരുന്നു. ഇതെല്ലാം കാണുമ്പോൾ കേരളം എങ്ങോട്ടാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കാരണം കേരളം നമ്പർ 1 പറയുമ്പോൾ ഈ വിധത്തിലാണോ നമ്പർ 1? മറ്റുള്ളവർക്ക് ദ്രോഹവും ഒരു മാതൃക കാണിക്കാനുള്ള ഒരു ക്വാളിറ്റി പോലും ഇല്ല. പാട്ട് പാടാൻ അറിയുന്ന എത്രയോ കുട്ടികൾ ഈ നാട്ടിലുണ്ട്. അവർക്കൊക്കെ അവസരം കൊടുക്കുക. ഡ്രഗ് കഴിച്ച് വന്ന് പിന്നെ അന്തം വിട്ട് പാട്ട് പാടുന്ന ഒരാളുടെ ഇത്രയധികം സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഒന്നും സർക്കാരിനില്ല. ഒരു സർക്കാരിനും ഉണ്ടാവില്ല ഒരു കാലത്തും. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് അവരെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ആ മറയിൽ ഇവർ യൂസ് ചെയ്യണ ഇവൻ ചെയ്യണ ക്രൂരകൃത്യങ്ങൾക്ക് അവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പിടിക്കാത്തത്. അപ്പൊ അതിനെങ്ങനെ അവരെ പിടിക്കാതെ കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന് കേരള സമൂഹത്തിൽ. ഈ ഇരകൾക്ക് പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഒരു പരിരക്ഷയും ലഭിക്കില്ല, ഒരു നീതിയും ലഭിക്കില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലേ? ഇല്ല, ഒരിക്കലും ലഭിക്കില്ല. കാരണം നമ്മൾ പല കേസുകളും കണ്ടു. അവിടെ കേസ് വരും, 2-3 ദിവസം കഴിയുമ്പോൾ അത് ഡൈല്യൂട്ട് ആയിട്ട് കമ്മിറ്റി, ഇപ്പൊ ഹേമ കമ്മിറ്റി നമ്മൾ കണ്ടു. അതേപോലെ തന്നെയാണ്. അത്രയും വലിയ കളികളാണ് പിന്നിൽ. ഇരകൾക്കൊപ്പല്ല, എന്താ പറയാ, വേടന്മാർക്കൊപ്പാണെന്ന് പറയാ. കറക്റ്റ് ഒരു പേരാ അവന് കിട്ടിയിരിക്കുന്നത്. വേടന്മാർക്കൊപ്പമുള്ള ഒരു സർക്കാരിനെയും പോലീസിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു വിഷയത്തിലും നമ്മൾ ഇവിടെ നിന്നൊക്കെ വിളിച്ച് എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് ചോദിക്കുന്ന എത്രയോ വിഷയങ്ങൾ, വനിതാ കമ്മീഷന് വരെ വിളിപ്പിക്കേണ്ട വിഷയങ്ങൾ കേരളത്തിൽ സംഭവിച്ചു, കൊലപാതകങ്ങൾക്ക് വരെ. അപ്പൊ അതിനൊന്നുമില്ല. പ്രത്യേകിച്ചും പെണ്ണുങ്ങളെ കാര്യത്തിന് പെണ്ണുങ്ങൾക്ക് എവിടെയാണ് സുരക്ഷ എന്നുള്ളത് മനസ്സിലാവില്ല. മതിലൊക്കെ കെട്ടിയോണ്ട് മാത്രം കാര്യമായിട്ടില്ല. വനിതാ മതിൽ കൊണ്ട് മാത്രമെല്ലാം പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഒരു കംപ്ലൈന്റ് കേൾക്കാനെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. കാരണം പല കേസുകളിലും ഇതന്നെയാണ് കേൾക്കുന്നത്. പിന്നെ വേടന്റെ സബ്ജക്ട് മാതൃകയാക്കുമ്പോൾ ഇതും കൂടെയൊക്കെ മാതൃകയാവുമോ? ഇപ്പൊ റേപ്പ് ചെയ്യണ എങ്ങനെയാണ് എന്താന്നുള്ള, എന്നാൽ ആ പെൺകുട്ടീന്റെ ഇന്റർവ്യൂ കാണാനിടയെ എങ്ങനെയാണ് ഒരാളെ കബളിപ്പിച്ച് പ്രേമം എന്നുള്ളതിന്റെ പേരിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പ്രേമിച്ച് എങ്ങനെ കൊണ്ടുപോവാന്നുള്ള ഒരു ലെസനാണ് ഈ വേടനിലൂടെ നമുക്ക് കാണുന്നത്. റേപ്പിലേക്ക് എത്തിക്കുന്ന സ്ഥിതി, ക്രൂരമായി വേദനിപ്പിച്ച് റേപ്പ് ചെയ്ത് അവരെ സെക്ഷലി ഹറാസ് ചെയ്ത ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്ന് വെച്ചാൽ ക്രൂരമായിട്ട് ഇതിനൊക്കെ ട്രെയിനിങ് കിട്ടിയ പോലെയാ. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ആരോ ഉണ്ട്, ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന ആരോ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് അവർക്കും ഇതിന്റെയൊക്കെ ഉപയോഗം കിട്ടുന്നുണ്ടാവും. അല്ലാതെ ഇതിനൊന്നും പറയാൻ പറ്റില്ല. ശക്തമായി ദേശീയ വനിതാ കമ്മീഷൻ ഇതിന്റെ ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള മുന്നോട്ട് നമുക്ക് ജനം TV അടക്കമുള്ള ഒരു കൂടെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നാളെ കുറെ വേടന്മാരിറങ്ങും. നമ്മളെ പെൺകുട്ടികൾ സുരക്ഷിതല്ല. പിന്നെ അവന് ഹിന്ദു വിശ്വാസങ്ങളെ വരെ അടിച്ചമർത്താൻ അവന് യൂസ് ചെയ്യണ്ടായിരുന്നു. 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ട്. ഒന്ന്, ഇദ്ദേഹം വെൽഫെയർ പാർട്ടീന്റെ മോഡലാണ്, എന്താ പറയാ, ആങ്കറോ എന്തോ ആയിട്ട് ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു സംഘടനയിൽ അതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്ന ആള്. അതേപോലെ എന്താണ്, രാമനെ അറിയില്ല, രാവണൻ അവനറിയാം. രാമൻ അറിയാതെ രാവണൻ ആർക്കും അറിയാൻ പറ്റില്ല. രാമൻ അറിഞ്ഞുകൊണ്ടാണ് രാവണൻ അറിഞ്ഞെന്ന് പോലും ബുദ്ധിയില്ലാത്ത ഒരുത്തനെയാണ് ഈ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നതെന്നുള്ളത് കേരളം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാനുള്ളത്.